ഗുജറാത്തിലെ വഡോദരയിൽ പാലം തകർന്ന സംഭവത്തിൽ മരണസംഖ്യ 19 കാണാതായ 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംഭവത്തിൽ 4 വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തലയൂരാനാണ് ഗുജറാത്ത് സർക്കാരിന്റെ ശ്രമം. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, 7 പാലങ്ങളാണ് ഈ അടുത്തിടെ ഗുജറാത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായതെന്ന വലിയ ആരോപണം, രാഷ്ട്രീയ ആരോപണം നേരിടുന്നു. ഇപ്പോഴത്തെ സംഭവത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദി, ഗുജറാത്തിൽ പാലം തകർച്ച തുടർക്കഥയാകുന്ന ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് BJPക്കെതിരെ ഉയരുന്നത്. ഈ വഡോദരയിൽ ഉണ്ടായ അപകടത്തിൽ ഇപ്പോൾ മരണം 19 ആയി എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കാണാതായ 2 പേർക്കായുള്ള തിരച്ചിലും ഇപ്പോൾ തുടരുകയാണ്. ഈ വഡോദരയെയും ആനന്ദ് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗംഭീര പാലമാണ് പൊളിഞ്ഞു വീണത്. മാത്രമല്ല 6ഓളം വാഹനങ്ങൾ ഈ നദിയിലേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ ഒക്കെയും നേതൃത്വത്തിൽ അവിടെ തിരച്ചിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളൊക്കെയും പൂർത്തീകരിക്കുന്നതിലും മാത്രമല്ല ഇത് കാലങ്ങളായി പാലത്തിന് കുലുക്കമുണ്ട് എന്നടക്കമുള്ള വിഷയങ്ങൾ അധികൃതരെ നേരത്തെ തന്നെ പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാണിക്കുകയും കത്തടക്കം നൽകിയിരുന്നുവെങ്കിലും അതിൽ നടപടിയൊന്നും ഉണ്ടായില്ല. അതിന്റെ ഫലമായാണ് ഇത്തരത്തിലൊരു അപകടം പൊടുന്നനെ ഉണ്ടായത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ശക്തമാവുന്നത്. ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ വകുപ്പ് ഉദ്യോഗസ്ഥരെ 4ഓളം പേരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തതായി BJPയുടെ സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ളവരെയാണ് സസ്പെൻഡ് ചെയ്തതായി മനസ്സിലാക്കുന്നു. എന്തായാലും ഗുജറാത്തിൽ പാലം തകർച്ച സ്ഥിരം കാഴ്ചയാകുമ്പോൾ അത് വലിയ ജനങ്ങളെ കാര്യമായി ബാധിക്കുകയും ദുരന്ത കാഴ്ചകളിലേക്ക് പോവുകയും ചെയ്യുന്ന സ്ഥിതി തന്നെയാണ് തുടരുന്നത്. അജിംഷാദ്.